എന്താ വേലായുധാ ഒരു വിഷമം? വിഷമം തന്നെയാണ്. എന്താ ചെയ്യുക, ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോഴേ. എന്താ അത്ര വലിയ കാര്യം? വലിയ കാര്യമോ? അത് നമ്മളെ ജപ്പാനിലെ ഒരു പുതിയൊരു ബൊമ്മേനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു പെൺകുട്ടീനെ. ബൊമ്മ ആളാ ശരിക്കും മനുഷ്യനാന്ന് തോന്നുന്നു, നടക്കും വർത്താനം പറയും ഒക്കെ ഉണ്ട്. അപ്പൊ ആ പ്രതിഭേന്റെ കഴിവ് എന്താ വെച്ചാല്, അത് ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും കളവൊക്കെ നടന്നു കഴിഞ്ഞാൽ, ഈ ലോകത്തെ നാട്ടിലെവിടെയും കളവ് പീഡനം ഇതൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നടന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഓരോ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പോലീസിന്റെ ആവശ്യമില്ല. അതൊരു നല്ല കാര്യമാണല്ലോ. നല്ല കാര്യമാണ്. അപ്പൊ ഇത് അവിടെ ഒന്ന് ഉണ്ടാക്കിയ ജപ്പാൻ. അപ്പൊ അമേരിക്ക ഞങ്ങൾക്ക് വേണം. അപ്പൊ അവിടെ കൊണ്ടുപോയി വെച്ചപ്പോ കുറെ കളവ് കേസും കാര്യങ്ങളൊക്കെ അമേരിക്ക പിടിച്ചു. അത് കഴിഞ്ഞ് ഓരോ രാജ്യം ഇങ്ങനെ ആവശ്യപ്പെട്ടു. ലാസ്റ്റ് ഇപ്പോൾ ഇന്ത്യക്ക് വേണമെന്ന്. അങ്ങനെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഡൽഹിയിൽ അവിടെ ഇവിടെ ഒക്കെ വെച്ച് കുറെ കേസുകളൊക്കെ പിടിച്ചു. നമ്മളെ കേരളം പറഞ്ഞു ഞങ്ങൾക്ക് വേണം. കേരളത്തിലേക്ക് കൊണ്ടുവന്നു. കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ആ കേരളത്തിൽ കൊണ്ടുപോയി വെച്ച് ഒക്കെ. അപ്പൊ ഞാനൊക്കെ വിചാരിച്ചത് പോയി കാണണമെന്ന് വിചാരിച്ചു. അപ്പൊ ഭയങ്കര സുന്ദരിയെന്നൊക്കെ പറഞ്ഞു. കേരളത്തില് വെച്ച് 2 ദിവസം കഴിഞ്ഞപ്പോ അതിനെ കാണുന്നില്ല. അയ്യോ, അതെന്ത് പറ്റി? അതിന്റെ ആരോ തട്ടിക്കൊണ്ടേ. ആണോ? ആ പ്രതികാനെ അങ്ങനെ ഇപ്പൊ കൊടുക്കട്ടെ, ജപ്പാന്റെ സാധനല്ലേ. അങ്ങനെ പോലീസുകാരൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. നോക്കുക ഏതായാലും ഇടിഞ്ഞു പൊളിഞ്ഞ് കട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആരോ പീഡിപ്പിച്ചല്ല പോലെ. അയ്യോ, ആകെ പ്രശ്നമായിരിക്കും. കലികാലം തന്നെ. അപ്പൊ അത് അറിയുന്നത് ഞാൻ ഇനി ഇവിടുന്ന് പോവില്ല, എന്നെ പീഡിപ്പിച്ചല്ലേ, പിന്നെ ഓനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ ഇന്ന ആളാന്നൊക്കെ അതിന് അറിയാലോ. മനസ്സിലായിട്ടുണ്ട്. കേരളത്തിന് പോകില്ല. അത് നന്നായി കഥ. സർക്കാർ 5 ലക്ഷം ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞു. കഴിച്ചു കൂടെ കൂടിക്കോട്ടെ. നമ്മളെ നാട്ടിലേക്കൊന്നും ഇങ്ങോട്ടൊന്നും വന്നില്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ള സങ്കട. അതാണിപ്പൊ നിന്റെ വിഷമല്ലേ? എന്ത് ചെയ്യാൻ.